ഇതുവരെ പോട്ട് എന്നെ തൊട്ടാണ്ടല്ലോ തൊട്ടായി പങ്കുവയ്ക്കുന്നു. മാറി 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 എന്റെ അടുത്തല്ലേ നിൽക്കണം മാറി ഒരു കാര്യം കേസ് കൊടുക്കാം. ഇവിടെ പിണറായി വിജയനെ പരിക്കുന്നത് അത് ആളിച്ചോ. നിന്റെ പോലീസ് എന്റെ കാറ്റാ എന്റെ കാസർഗോഡ് നീലേശ്വരത്ത് പാർട്ടി ഗ്രാമത്തിൽ ഊരുവിലക്കിയ വീടിന്റെ പറമ്പിൽ തേങ്ങയിടുന്നത് പാർട്ടി അംഗങ്ങളടങ്ങുന്ന സംഘം തടയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. നീലേശ്വരത്ത് പാർട്ടി ഗ്രാമത്തിൽ കുടുംബത്തെ ഊരുവിലക്കിയെന്ന വാർത്തയിൽ വിശദീകരണവുമായി CPM രംഗത്തെത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നതിൽ പ്രദേശവാസികൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. പാലാ ഷട്ടർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിന് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് CPMന്റെ ഊരുവിലക്ക്. സംഭവത്തിൽ പാലാ കുഴുവൽ പുഴക്കര വീട്ടിൽ MK രാധ കാഞ്ഞങ്ങാട് DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. KV ബൈജു ചേർന്നു കാസർഗോഡ് നിന്നും വിശദാംശങ്ങളുമായി. ബൈജു, ഇന്നലെ ഈ ഊരുവിലക്ക് തേങ്ങ ഇടുന്നത് തടഞ്ഞ സംഘം CPM സംഘം ഈ കുടുംബത്തോട്, രാധയോടും മക്കളോടും പറയുന്നുണ്ട്, നിങ്ങൾ പോയി കേസ് കൊടുക്കുക, ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന നാടാണെന്ന്. പക്ഷെ അതിന് പിന്നാലെ DYSPക്ക് അവർ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ പിണറായി വിജയൻ ഭരിക്കുന്ന നാട്ടില് CPM നേതൃത്വം, ഈ നേതാക്കൾ, പ്രവർത്തകർ ഈ രീതിയിൽ ഗുണ്ടായുസം കാണിക്കുമ്പോൾ ഈ കുടുംബത്തിന് പോലീസിൽ നിന്നും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാമോ ബൈജു? ടോമെ, ആ കാര്യത്തിൽ കുടുംബം തന്നെ വലിയ ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം ഈ ഇന്നലെയാണ് ഇവർ പരാതി നൽകിയത്. ഇതുവരെ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല. എന്തായാലും അപ്രോച്ച്, അതായത് പാലായി ഷട്ടർ കം ബ്രിഡ്ജിനുമായി ബന്ധപ്പെട്ട അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കം തുടർന്ന് ഒരു 8 വർഷക്കാലമായി ഈ കുടുംബം ഇത്തരത്തിൽ ഊരവിലക്ക് നേരിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇവരുടെ തേങ്ങ പറിക്കാൻ വേണ്ടി തൊട്ടടുത്ത സ്ഥലമായ പടന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ എത്തിക്കുന്നതും അത് ചോദ്യം ചെയ്താണ് എന്തിനാണ് ഇത് പുറത്തുനിന്നും തൊഴിലാളികളെ എത്തിച്ചത് എന്ന് ചോദ്യം ചെയ്താണ് ഇത്തരത്തിൽ വലിയ തോതിൽ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയനാണ് നാട് ഭരിക്കുന്നതെന്ന് അറിയില്ലേ, പോയി കേസ് കൊടുക്കുക എന്ന് മാത്രമല്ല കത്തി ഉപയോഗിച്ച് ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, കത്തി ഉപയോഗിക്കുന്നതും കാണാം. ഒപ്പം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ മർദ്ദിക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട്. അത്തരത്തിൽ വലിയ ഭീഷണി എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതും. എന്തായാലും ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ CPM ഒരു വിശദീകരണമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ പുറത്തുനിന്നും തൊഴിലാളികളെ എത്തിച്ചതുകൊണ്ട് അവിടെയുള്ള, അതായത് ഈ പാലായിലുള്ള നാട്ടുകാരാണ് ഇത്തരത്തിൽ ചോദ്യം ഇവരുമായി വാക്കുതർക്കമുണ്ടായതും. അതുമാത്രമല്ല ഈ ഷട്ടർ കം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട കേസ് കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് പുതിയ പ്രശ്നവുമായി വീട്ടുകാർ രംഗത്ത് വരുന്ന തരത്തിലുള്ള വിശദീകരണമാണ് ഇവർ നൽകിയിട്ടുള്ളത്. പക്ഷെ അതേസമയം തന്നെ CPMന്റെ ഈ പ്രധാനപ്പെട്ട പ്രവർത്തകരുമൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം.
അതുകൂടാതെ ഈ കുടുംബം ഈ പരാതി ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തന്നെ പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്നും യാതൊരു നടപടിയും അനുകൂല നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. നിലവിൽ DYSP, അതായത് കാഞ്ഞങ്ങാട് DYSPക്കാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഇതുവരെ ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അതായത് ഈ ഭീഷണി മുഴക്കുന്നത് പോലെ തന്നെ പോയി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ സംഭവത്തിന് അതേപോലെ തന്നെ അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഈ സംഭവത്തിൽ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നതും ഒരു സത്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായാണ് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത്. ടോം, ബൈജു, ഈ കുടുംബം, ഈ വീട്ടുകാര് പ്രകോപനം സൃഷ്ടിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ നടത്തിയ ഒരു പ്രതിഷേധമാണ് അവിടെ സംഭവിച്ചത് എന്നൊരു വിശദീകരണമാണ് CPM പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ കുടുംബത്തിനെതിരെ ഈ തേങ്ങ ഇടുന്നതിന് പോലും വിലക്കിയ ഈ പ്രവർത്തകര്, അവർ പലരും CPM-ന്റെ നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്, അനുഭാവികളുണ്ട്. ഇതൊരു ഈ കുടുംബവുമായിട്ടുള്ള ഈ രാഷ്ട്രീയ വൈര്യം എന്ന് തന്നെ കാണണോ? യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിന്റെയും ഈ CPM ഊരുവിലക്കിയത് പാർട്ടി ഗ്രാമമാണ്. അവരുടെയും പശ്ചാത്തലം എന്താണ്? പാർട്ടി അനുഭാവികളാണോ ഇവർ? ടോം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. നമുക്കറിയാം, കയ്യൂർ സമരം എന്നാൽ നമുക്ക് അറിയുന്നതാണ്. ഈ കയ്യൂർ സമര സേനാനിയായ കണ്ണന്റെ കൊച്ചുമകളാണ് ഈ രാധ എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇവരുടെ കൊച്ചുമകളായ ഈ രാധയും അതുപോലെ തന്നെ ഇവരുടെ മകളും അതുപോലെ തന്നെ പേരക്കുട്ടിയെയുമാണ് ഈ സംഘം ഇത്തരത്തിൽ വലിയ തോതിൽ പ്രകോപനമുണ്ടാക്കി കത്തിയൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഈ പ്രശ്നമുണ്ടാക്കുന്നത്. എന്തായാലും ഈ കുടുംബം കഴിഞ്ഞ 8 വർഷമായി ഇത്തരത്തിൽ ഊരുവിലക്ക് നേരിടുന്നുണ്ട്. നമ്മൾ തന്നെ ന്യൂസ് 18 തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവർക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംഭവത്തിലും പോലീസ് കേസെടുക്കാത്ത ദിവസങ്ങളോളം കേസെടുക്കാതെ പോലീസ് അത് ഇഴഞ്ഞു നീട്ടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതിനുശേഷമാണ് ഇവർ തന്നെയാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചത്. ഈ ദൃശ്യം ഇല്ലെങ്കിൽ ഈ സംഭവം പുറലോകം അറിയില്ല. കാരണം ഇതൊരു പാർട്ടി ഗ്രാമം എന്ന് വെച്ചാൽ കൃത്യമായ പാർട്ടി ഗ്രാമമാണ്. നീലേശ്വരം പാലായി നമുക്കറിയാം, പാർട്ടി CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ CPM പ്രവർത്തകർ മാത്രമുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ തേങ്ങയിടുന്നതിന് വേണ്ടി പുറത്തുനിന്നും ആൾക്കാരെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നത്. അതാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും വലിയ തോതിൽ ബഹളം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ കേസ് ഇപ്പോൾ കാഞ്ഞങ്ങാട് DYSPക്കാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ നിലവിൽ കേസ് ഇതുവരെ എടുത്തിട്ടില്ല. അതേസമയം CPM ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റും. ടോം, വ്യക്തമാണ്. KB ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ വിശദീകരണം, ഈ കുടുംബമാണ് പ്രകോപനം സൃഷ്ടിച്ചത്. സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രകോപനമാണ്, നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതിഷേധമാണ് എന്നാണ് CPM നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്തായാലും പോലീസിൽ രാധയും കുടുംബാംഗങ്ങളും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഒരു സ്ത്രീകളടങ്ങുന്ന ആ കുടുംബത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായ നടപടി, അല്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് കണ്ടറിഞ്ഞു തന്നെ കാണാം.